നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മുഖാന്തരം നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ഞാൻ വാഴ്വുകൾ അർപ്പിക്കുന്നു. ഇതുവരെ അധ്യക്ഷത വഹിച്ച കർത്താവിന്റെ ദാസനും ശേഷം ദൈവജനത്തിനും ദൈവമക്കൾക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ. സ്തോത്രം. വേദപുസ്തകത്തിലെ ഒരുപക്ഷെ വ്യാഖ്യാതാക്കളെ വളരെയധികം കുഴയ്ക്കുന്ന ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് അനുമാനങ്ങൾ കൊണ്ട് മാത്രം വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. So we are now in a very crucial passage that puzzles Bible students. ദൈവവചനത്തിന്റെ പഠിതാക്കൾക്ക് ഏറെ വ്യാഖ്യാനിക്കുവാൻ പ്രയാസം നേരിടുന്ന ഒന്നിലധികം ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അവിടുത്തെ നമ്മുടെ ചിന്തയിലുള്ള ആ ഒരു സംശയ നിവാരണത്തിന് അല്പസമയം അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഇന്നും അല്പസമയം അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ശേഷിക്കുന്നുണ്ടോ? ഒന്നുമില്ല എന്ന് കരുതുവാൻ നിങ്ങളുടെ മൗനം എന്നെ നിർബന്ധിക്കുന്നു. തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്ക സഭയുടെ ഒരു ഭയത്തെ ദൂരീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. തെസലോനിക്ക സഭയുടെ കൺസേൺ, അവരാകപ്പാട് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. എന്തായിരുന്നു അവരുടെ പ്രശ്നം? പൗലോസും മറ്റും എഴുതിയെന്നുള്ള ഭാവത്തിൽ മറ്റ് കള്ളപ്രവാചകന്മാരും ഒക്കെ എഴുതിയ ഭാഗങ്ങൾ അത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണല്ലോ, കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾ എങ്ങനെ എടുക്കപ്പെടും? മഹാപീഡന കാലത്തിന് മുന്നേ, കർത്താവിന്റെ വരവിന് മുന്നേ സംഭവിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയും അവരോട് സമാഗമനവും നടന്നാൽ കഴിഞ്ഞ അധ്യായത്തിൽ കർത്താവിന്റെ ദാസൻ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഒക്കെ വരുമ്പോ അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം. ഓക്കെ, നമ്മൾ ഒരു കാര്യവും കൂടെ അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ അത് അത്ര വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷിൽ
ആ ഭാഗം നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ആശങ്ക എന്തായിരുന്നു എന്ന് അവിടെ നമുക്ക് വ്യക്തമാണ്. രണ്ടാമത്തെ വാക്യത്തിൽ. Verse number 2 in English, please. Not to be quickly shaken in mind or alarmed either by a spirit or a spoken word or a letter seeming to be from us, to the effect that the day of the Lord has come. What was their concern? The day of the Lord has come. The day of the Lord has come. ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ്. आ गया है ना। प्रभु का दिन आप पहुंचा है, आप पहुंचा है. ചില വേർഷൻസിൽ കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. Asserting that the day of the Lord has already come. Has already come. തെസലോനിക്ക സഭയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. പൗലോസ് എഴുതി എന്ന് പറയുന്ന, അപ്പോസ്തലന്മാര് പ്രസംഗിച്ചു എന്ന് പറയുന്ന, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എന്ന് പറയുന്ന ചില വ്യാജ സന്ദേശങ്ങളിലൂടെ യേശുവിന്റെ വരവിനെ കാത്തിരുന്ന തെസലോനിക്ക സഭയെ ഈ കപടന്മാർ വഞ്ചിച്ചു. എങ്ങനെയാ വഞ്ചിച്ചത്? You are now in the day of the Lord. The day of the Lord has already come. It's already begun. മനസ്സിലായോ? എന്താണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത്? കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്, പാർക്കുന്നത് കർത്താവിന്റെ നാളിലാണ്. കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ നാളിലാണ്. ആശയം മനസ്സിലാവുന്നുണ്ടല്ലോ? തെസലോനിക്ക സഭയെ ആരൊക്കെയോ ചേർന്ന്, തമാശയ്ക്കാകാൻ സാധ്യതയില്ല, ഗൗരവമായി തന്നെ അവരെ പറഞ്ഞ് ധരിപ്പിച്ചു, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. It has already come. പാവം യേശുവിന്റെ വരവിനായി കാത്തിരുന്ന ജനത്തിന് പറയാനൊക്കാത്ത അനുഭവങ്ങളായി. അവർ വിചാരിച്ചു കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു, അയ്യോ എങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടല്ലോ? കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ പാവങ്ങൾ വിശ്വസിച്ചു. വിശ്വസിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ രണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട്. പാവങ്ങൾ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ അവർക്ക് നിരാശയാണ് ഉണ്ടായത്. എന്തെന്നാൽ കർത്താവിന്റെ നാൾ ആരംഭിച്ചു കഴിഞ്ഞെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷതയും ദൈവസഭയുടെ ക്രിസ്തുവിലേക്കുള്ള സമാഗമനവും നടന്നു കഴിഞ്ഞു.
അതുകൊണ്ട് ജനത്തിന് ആശങ്കയായി, അയ്യോ കർത്താവിന്റെ നാൾ തുടങ്ങിയെങ്കിൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോയല്ലോ, ഞങ്ങൾ കൈവിടപ്പെട്ടു പോയല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഗ്രാമത്തിൽ പോയ കാര്യം. അവിടെ ഞാൻ രണ്ടാമത്തെ രാത്രിയിൽ പ്രസംഗിച്ചത് യേശുവിന്റെ വരവിനെ കുറിച്ചാണ്, മടങ്ങി വരവിനെ കുറിച്ച്, സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മിഷൻ ഓർഗനൈസേഷന്റെ അവിടുത്തെ റീജിയണൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു, അദ്ദേഹം വളരെ കുഞ്ഞിലെ കേട്ട ഒരു കഥയുണ്ട്. ഒരു പള്ളിയിലെ അച്ഛൻ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് എപ്പോഴും പ്രസംഗിക്കുക. പക്ഷേ ഈ കേൾക്കുന്ന ജനം കേട്ടു മടുത്തതല്ലാതെ അവർക്കതിൽ വലിയ വിശ്വാസം പോലും ഇല്ലാതെയായി. അതുകൊണ്ട് അച്ഛൻ ഒരു പരിപാടി പറ്റിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിക് മീറ്റിംഗ്, ഒരു പൊതുയോഗം ക്രമീകരിച്ചു. എന്നിട്ട് ഈ പൊതുയോഗ സ്ഥലത്തുള്ള ഒരു മരത്തിന്റെ മുകളിൽ നേരത്തെ തന്നെ മൈക്കും ലൈറ്റും ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി ആൾക്കാരെയും തയ്യാറാക്കി വെച്ചിരുന്നു. എന്നിട്ട് മറ്റൊരു കൂട്ടരെ അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പ്രത്യേക സിഗ്നൽ കൊടുക്കും. ആ സമയത്ത് പന്തലിലെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കണം. എന്നിട്ട് മരത്തിന്റെ മുകളിൽ നിന്ന് ലൈറ്റും ശബ്ദവും ഒക്കെ കൂടെ പുറപ്പെടുവിക്കണം. അങ്ങനെ അദ്ദേഹം പ്രസംഗം ഇങ്ങനെ തുടർന്ന് കയറി വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ പന്തലിലെ ലൈറ്റ് മുഴുവനും ഓഫായി. മരമുകളിൽ നിന്ന് ശബ്ദവും ലൈറ്റും ഒക്കെ കൂടെ കർത്താവിന്റെ വരവാണെന്നൊരു പ്രതീതി അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ ലൈറ്റ് പോയി. അപ്പൊ ഈ അച്ഛൻ പിന്നെ പറയായിരുന്നു, അദ്ദേഹത്തിന്റെ കാലയിൽ കുറേയേറെ പേര് കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുക. ഇത് ഇവരെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഒരു പ്രാങ്ക് ചെയ്തതാ. എല്ലാം കഴിഞ്ഞപ്പം അവര് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവ് വന്നാൽ ഞങ്ങളാരും പോകത്തില്ല, പക്ഷെ അച്ഛൻ പോകും. അതുകൊണ്ട് അച്ഛന്റെ കാലയിൽ ഞങ്ങൾ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടന്നത് അച്ഛൻ പോകുന്ന വഴിക്ക് ഞങ്ങളെയും കൂടെ വലിച്ചുകൊണ്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചാണ്. പറഞ്ഞതിന്റെ സാരം, ഇവിടെ ഈ ജനത്തിന്റെ ആശങ്ക എന്താ? അയ്യോ ബാക്കി ഉള്ളവരൊക്കെ പോയി കാണും, ഞങ്ങളാരും പോയില്ലല്ലോ, ഇനി ഒരു ചാൻസും ഞങ്ങൾക്കില്ല. ഈ ആശങ്കയിലാണ് പൗലോസിന് ഇവര് വിവരം അറിയിച്ചതും പൗലോസ് അവർക്ക് ഉത്തരം കൊടുക്കുന്നതും. അത് വെച്ചാണ് പൗലോസ് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. കർത്താവിന്റെ നാൾ ഇതുവരെ വന്നിട്ടില്ല. രണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ സന്നിധിയിലേക്കുള്ള നിങ്ങളുടെ സമാഗമനവും, നിങ്ങൾ അതേക്കുറിച്ച് ആകുലപ്പെടേണ്ട. അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇഫേർട്സ് ഒന്നും കൂടാതെ, നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും കൂടാതെ കർത്താവ് നിങ്ങളെ എടുത്തോളും. വ്യാകുലപ്പെടേണ്ട. കർത്താവിന്റെ വരവിൽ പോയില്ലല്ലോ എന്ന ആശങ്കയും കർത്താവിന്റെ നാൾ തുടങ്ങിയല്ലോ എന്ന ഭയാനകതയും
മനസ്സിലാവുന്നുണ്ടോ? The day of the Lord has already come. That was the misunderstanding of the Thessalonian church. There were some people, some groups of people sometimes that made this church believe falsely that the day of the Lord has already come and they have already entered into the day of the Lord. And that's why they are having some sorts of persecutions and all. They are concerned and their perplexity was, Christ came, the church has been taken up, but we are left out. But Paul corrects them. No, the day of the Lord is at hand, but not has yet come. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു, സത്യം. പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. അത് വരണമെങ്കിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയും ഉണ്ടാകണം. പിന്നെ കർത്താവിന്റെ വരവും നിങ്ങളുടെ എടുക്കപ്പെടലും സംബന്ധിച്ചോ നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കുന്നേ. അത് കർത്താവാ ചെയ്യുന്ന, നിങ്ങൾ പോലും അറിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ കർത്താവ് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് അതേപ്പറ്റി നിങ്ങൾക്ക് ആശങ്ക വേണ്ട. ഇത്രയും വ്യക്തത പോരായോ ഈ ഭാഗത്ത് നിന്ന് സഭ മഹാപീഡനത്തിലൂടെ പോകില്ല എന്നുള്ളതിന്? ഇതായിരുന്നു സത്യമെങ്കിൽ, ഇതായിരുന്നു ഇവിടുത്തെ വിഷയമെങ്കിൽ, തെസലോനിക്ക സഭ വിശ്വസിച്ചിരുന്നതും അപ്പോസ്തോലന്മാർ തെസലോനിക്ക സഭയെ പഠിപ്പിച്ചിരുന്നതും മഹാപീഡനത്തിലൂടെ സഭ പോകും എന്നായിരുന്നുവോ? അതിനു മുമ്പ് സഭ എടുക്കപ്പെടുമെന്നായിരുന്നുവോ? ആയിരുന്നിരിക്കുമോ? അതിനു മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന്. സ്തോത്രം. ഈ ഒരു ആർഗ്യുമെന്റ് മനസ്സിലായോ? ഈ ഒരു ആശയം പിടികിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായി. വളരെ വളരെ എന്താണ് പറയുന്നത്, തെളിവല്ലേ ഇവിടുത്തെ വിഷയം? അല്ല, അപ്പൊ ഈ മഹോദ്രവവാദികൾ എന്തിനാ ഈ ഒരു കാര്യത്തെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. എന്തായാലും അവരും വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വരും, സഭയെ ചേർക്കും, അല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധന്മാരെ ചേർക്കും. പക്ഷെ എന്തുകൊണ്ട് അവർ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ അവരുടെ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ടിരിക്കുന്നു? ചിലർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, പഴയ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു ചെറിയ അഭിമാന പ്രശ്നം. ഞങ്ങൾ അവരെക്കാൾ പഠിപ്പുള്ളവർ, അതുകൊണ്ട് പാരമ്പര്യവാദത്തെ ഞങ്ങൾക്കൊന്ന് ഖണ്ഡിക്കണം. നല്ലൊരു കൂട്ടരും ഈ ഒരു ആശയം കൊണ്ടാണ് ഇങ്ങനെയുള്ള വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. ജസ്റ്റ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്. ജസ്റ്റ് ഫോർ ആർഗ്യുമെന്റ്. അല്ലാതെ ഇവിടെ ഒരു കൺവിക്ഷൻ അല്ല, ഇവിടെ ഒരു ബോധ്യമല്ല. ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത് ഈ കാര്യമാണ്. കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞെന്ന് അവരെ ധരിപ്പിച്ചു. അതുകൊണ്ട് അവർ ഭയപ്പെട്ടു. അയ്യോ, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങൾ പോയില്ലല്ലോ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ വ്യക്തമല്ലേ തെസലോനിക്ക സഭയുടെ വിശ്വാസം എന്തായിരുന്നു എന്ന്? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എന്തായിരുന്നെന്ന് വളരെ വ്യക്തമല്ലേ? സ്തോത്രം.
വ്യക്തമായല്ലോ? ഇത്രയും വ്യക്തമാണ്. സ്തോത്രം. ഓക്കെ, ഇനി ഒരു കാര്യവും കൂടെ, ഒരു ആർഗ്യുമെന്റും കൂടെ. ഇവര് പറയുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെടുകയും വേണം. ഈ മഹോപദ്രവവാദികൾ ഈ മൂന്നാം വാക്യത്തെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. എങ്ങനെ? ആദ്യമേ. എന്തിനും ആദ്യമേ? അവര് പറയുന്നത് ഒന്നാം വാക്യത്തിൽ പറയുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനത്തിനും മുമ്പേ. ഇതാണ് അവര് പറയുന്നത്. മനസ്സിലായോ? So the question here is, verse number 3 says that മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, first of all, what should happen? Apostasy. Apostasy. In some versions it is rebellion. ചില വേർഷൻസിൽ കൊടുത്തിരിക്കുന്നത് റിബല്യൻ എന്ന്. എന്നാൽ അവിടുത്തെ പക്ഷെ അവിടുത്തെ മൂലവാക്ക് അപ്പോസ്റ്റസി എന്നുള്ളത് തന്നെയാണ്, വിശ്വാസത്യാഗം എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ മഹോപദ്രവവാദികളുടെ ആരോപണം, അല്ലെങ്കിൽ അവർ വ്യാഖ്യാനിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും നടക്കുന്നതിന് മുമ്പേ വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും സംഭവിക്കണം. വാസ്തവത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ വരവിനും നമ്മുടെ എടുക്കപ്പെടലിനും മുമ്പാണോ ഇത് നടക്കുമെന്ന് പറയുന്നത്? അല്ല. പിന്നെ എന്തിനു മുമ്പ് നടക്കുമെന്നാ? കർത്താവിന്റെ നാൾ. കർത്താവിന്റെ നാളിന് മുമ്പ്. ബിഫോർ ദ ഡേ ഓഫ് ദ ലോർഡ്, നോട്ട് ബിഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മഹോപദ്രവവാദികൾ അറിഞ്ഞോ അറിയാതെയോ വളച്ചൊടിക്കുന്നു. അത് നിമിത്തമാണ് ആ ഒരു ആശയത്തിലേക്ക് പലരും നയിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ വ്യാഖ്യാനപരമായ വിഷയം വെച്ച് നോക്കുന്നെങ്കിൽ, കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പേ, കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പേ വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നടക്കണമെന്നാണ്. അല്ലാതെ ഈ കർത്താവിന്റെ നാളെന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിന് ശേഷമുള്ള ദിവസം. അതെ. അന്നേരം അന്ത്യക്രിസ്തു കർത്താവിന്റെ വരവിന് മുമ്പേ വരുമോ? കർത്താവിന്റെ നാൾ എന്നത് എന്താണെന്ന് നമ്മള് എന്നായിരുന്നു കഴിഞ്ഞ സാറ്റർഡേയിലല്ല,
പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോ തെസ്സലോനിക്ക് സഭക്കാര് കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു, ഞങ്ങള് പോയില്ല എന്നുള്ള, അന്നേരം കർത്താവിന്റെ വരവിന് ശേഷമുള്ള ദിവസം എന്നല്ലേ അവര് ഉദ്ദേശിച്ചിരുന്നു. പാസ്റ്ററിന്റെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ആയി, ഇപ്പം ജോയിൻ ചെയ്യും. ചാർജ് അങ്ങ് പോയി. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇപ്പൊ കുഴപ്പമില്ല ശബ്ദം. ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത് കർത്താവിന്റെ നാൾ അതെന്താണെന്ന് നമ്മൾ ഈ ഭാഗം എടുത്ത് ചിന്തിച്ച ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു. ആമോസ് 5:18 യോവേൽ 2:18 കുറേയേറെ വാക്യങ്ങൾ നമ്മൾ അതിനെ പറ്റി കണ്ടിരുന്നു. കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ ജാതികളുടെ കൈകളിൽ നിന്ന് വിടുവിച്ച് അവരെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ഇടപെടുന്ന ദിവസം, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ഇറങ്ങി വരുന്ന, എഴുന്നേൽക്കുന്ന, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസം എന്നതിനേക്കാൾ ഒരു കാലഘട്ടം എന്നാണ് അവർ പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ പാപം ചെയ്ത് വന്നപ്പോൾ പ്രവാചകന്മാരിലൂടെ കർത്താവ് അവരോട് പറഞ്ഞു, യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ഇരുട്ടും അന്ധതമസ്സുമുള്ള പ്രതികാര ദിവസമാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് ഇവിടെ ആ മഹാപീഡന കാലത്തെ കുറിച്ച് തന്നെ പറയുന്നു. ദൈവം പ്രതികാരം നടത്തുന്ന നാളുകൾ. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ കാത്തിരിക്കുന്നത് ആ പ്രതികാര നാളുകൾക്ക് വേണ്ടി അല്ല. കർത്താവ് ഇറങ്ങി വരുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നത് പ്രതികാരം ചെയ്യുന്നതിനല്ല. അത് ദൈവത്തിന്റെ കോപദിവസമാണ് കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക സഭയ്ക്ക് ആശങ്ക ഉണ്ടായത്. കർത്താവിന്റെ നാൾ എന്നതിനെ കുറിച്ച് കുറെ കൂടെ നമുക്ക് വ്യക്തതയോടെ കാണേണ്ടതുണ്ട്. അത് ഈ ഭാഗത്തിന് ശേഷം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം, അന്ന് അത് വ്യക്തമാകും. ഇപ്പോൾ ചോദിച്ചതിന് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വിശദീകരണം
ഒന്നും കൂടെ പിന്നീട് തരാം. തെസ്സലോനിക്കക്കാർ അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് മഹാപീഡനമോ കഷ്ടതയോ ഒന്നും ഉണ്ടായില്ലല്ലോ, എന്നിട്ടും അവര് കർത്താവിന്റെ നാൾ വന്നെന്ന് പറയാൻ കാരണം? അവർ കഷ്ടതകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ തന്നെ കാണുന്നു, ബഹുകഷ്ടം സഹിച്ചിട്ടും അവർ Okay. ദൈവത്തിന്റെ വചനം സന്തോഷത്തോടെ സഹിച്ചു, ഓക്കെ ഓക്കെ, താങ്ക് യു, സന്തോഷത്തോടെ താങ്ക് യു, സ്വീകരിച്ചു. താങ്ക് യു പാസ്റ്റർ. ഓക്കെ. അപ്പൊ തെസ്സലോനിക്ക സഭയ്ക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അത് കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു, അതുകൊണ്ടാണെന്ന് അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് അവർക്ക് ആശങ്കയുളവാക്കിയത്. എങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് അതിനൊരു അവസരമില്ലല്ലോ, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടമായി പോയല്ലോ എന്ന ആശങ്കയാണ് അവരെ നടത്തിയത്, അവരെ ഭരിച്ചത്. അപ്പോൾ ഇത് കർത്താവിന്റെ നാളിലാണ് ഞങ്ങൾ പാർക്കുന്നത്, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞുവെങ്കിൽ അയ്യോ ഇനിയും എന്തൊക്കെ ഇതിൽ സംഭവിക്കാനിരിക്കുന്നു എന്ന ഭയങ്കര ആശങ്ക അവരെ ഭരിച്ചു. അവിടെയാണ് കർത്താവിന്റെ ദാസൻ അവരെ ധൈര്യപ്പെടുത്തുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള വെളിപ്പാടുകളൊന്നും കിട്ടിയിട്ടുമില്ല, ഇത് വ്യാജവാർത്തയാണ്, നിങ്ങൾ വിശ്വസിക്കരുത്. കർത്താവിന്റെ നാൾ ഇതുവരെ വന്നിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങണമെങ്കിൽ മറ്റേ 2 ലക്ഷണങ്ങൾ. പിന്നെ കർത്താവിന്റെ വരവാണോ, അതേപ്പറ്റി നിങ്ങൾ പ്രയാസപ്പെടേണ്ട. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉണർന്നിരുന്നാലും നിങ്ങൾ ഉറങ്ങിക്കിടന്നാലും, അതായത് രാത്രിയോ പകലോ ആയിക്കൊള്ളട്ടെ, സൺഡേയോ മൺഡേയോ ആയിക്കൊള്ളട്ടെ, പ്രശ്നമില്ല, കർത്താവ് നിങ്ങളെ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് പോകുന്ന കാര്യവും ഒന്നും ആശങ്കപ്പെടേണ്ട, അത് കർത്താവ് ചെയ്തോളും. ഈ 2 കാര്യങ്ങൾ പറഞ്ഞാണ് പൗലോസ് അവരെ ആശ്വസിപ്പിക്കുന്നത്, അവരെ ധൈര്യപ്പെടുത്തും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അടുത്തതായ ഒരു സംഗതി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, കർത്താവിങ്കിലേക്കുള്ള സമാഗമം എന്നുള്ളത് 1 തെസ്സലോനിക്കർ 4-ൽ പറഞ്ഞ സഭയുടെ എടുത്തുകൊള്ളപ്പെടിയിലാണെന്ന്. ഇവിടെ തെസ്സലോനിക്ക സഭയ്ക്കുണ്ടായിരുന്ന വിശ്വാസത്തെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോസ്തലന്മാരുടെ പഠിപ്പീരുകൾ എന്തായിരുന്നെന്നുള്ളതും ഇവിടെ നിന്നും വ്യക്തമാണ്. പിന്നെ മഹോപദ്രവവാദികൾ ഉന്നയിക്കുന്ന മറ്റൊരു സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. കർത്താവിൻ്റെ നാൾ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനു മുമ്പ് എതിർ ക്രിസ്തു വരികയും വിശ്വാസപാതകം അല്ലെങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കുകയും വേണം എന്ന ആ ഭാഗത്തെ വല്ലാതെ ഉദ്ധരിച്ചുകൊണ്ട് സഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് അവർ പറയുന്നു. ഇതാണ് അവരുടെ വാദം എന്നുള്ളത്. പക്ഷേ അതിന് ഇവിടെ സാധുതകൾ ഇല്ല എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പക്ഷെ സുവിശേഷ ത്യാഗം എന്നുള്ളത്, വിശ്വാസ ത്യാഗം എന്നുള്ള ഒന്നുകൂടെ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. ഓക്കെ. അല്ല, ഇപ്പോഴും ചിലർ വിശ്വാസമൊക്കെ ത്യജിക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം.
ഓക്കെ. അതിനൊരു ഒരു വാചകത്തിൽ അതിനുത്തരം പറഞ്ഞിട്ട് പോകാം. അതിന്റെ വ്യാഖ്യാനം പിന്നീടാകാം. എതിർ ക്രിസ്തു വന്നോ? ഇല്ല, ഇപ്പൊ വന്നില്ല. വന്നു കഴിഞ്ഞു. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 1 John 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. യോഹന്നാൻ ഇവിടെ പറയുന്നു, അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. ചോദ്യം, എതിർ ക്രിസ്തു വന്നോ? ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ആന്റി ക്രൈസ്റ്റ് ഈസ് കമ്മിങ് എന്നല്ലേ. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു, അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. അത് അതിന്റെ കൂട്ടുള്ള അതിന്റെ കൂട്ടുള്ളതല്ലേ? അവതാരങ്ങൾ. ഇനി നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് തന്നെ ഒന്ന് വരാം. അതിന്റെ 7-ാമത്തെ വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. കണ്ടോ, എതിർ ക്രിസ്തു എന്നുള്ളതിന് 2 തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഏറ്റവും അവസാനത്തെ മാനവ ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യക്തി എതിർ ക്രിസ്തുവായി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ലോകത്തിലെ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യ ഭരണകൂടത്തിന്റെ തലവനായി സാത്താൻ അക്ഷരീയമായും ആവസിക്കുന്നവനായി ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. അവനാണ് സാക്ഷാൽ എതിർ ക്രിസ്തു. അവൻ ഇതുവരെ വന്നിട്ടില്ല. അവനെ പറ്റിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്നാൽ പൗലോസ് എന്ത് പറയുന്നു? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വ്യാപാരം ഇപ്പോൾ തന്നെ ഉണ്ട്. ആ ആത്മാവുള്ളവരെയാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എതിർ ക്രിസ്തുക്കൾ എന്ന ബഹുവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എതിർ ക്രിസ്തു എന്നത് ഒരു പ്രത്യേക വ്യക്തിയാണ്. അപ്പോൾ തന്നെ അവന്റെ ആത്മവ്യാപാരമുള്ള ക്രിസ്തു നിഷേധികളായ, ദൈവനിഷേധികളായ, പിതൃനിഷേധികളായ പല വ്യക്തികളും എഴുന്നേൽക്കും. അവരെ കള്ളക്രിസ്തുക്കൾ എന്ന് വിളിക്കാം. എന്നതുപോലെ വിശ്വാസത്യാഗം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളത് എതിർ ക്രിസ്തുക്കൾ ഇപ്പോൾ തന്നെ എഴുന്നേറ്റിരിക്കുന്നു എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. ആ അർത്ഥത്തിൽ വിശ്വാസത്യാഗം ഇപ്പോഴും ഉണ്ട്. എന്നാൽ സാക്ഷാൽ എതിർ ക്രിസ്തു എന്ന ഒരു വ്യക്തി
ഭാവിയിൽ എഴുന്നേൽക്കും എന്ന് പറയുന്നത് പോലെ വിശ്വാസത്യാഗം എന്നതിൻ്റെ പൂർണ്ണ അളവിൽ ഉള്ള ദൈവനിഷേധം ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. തൽക്കാലത്തേക്ക് അത്രയും പറഞ്ഞ് ഈ ചോദ്യം ഒന്നിലധികം പേര് ചോദിച്ചത് കൊണ്ട് ഒരു മുട്ടുശാന്തിക്ക് വേണ്ടി പറഞ്ഞ് അത്രയും കൊണ്ട് നിർത്തുന്നു. വിശദീകരണം നമുക്ക് കർത്താവ് വരാൻ താമസിച്ച അടുത്ത ദിവസങ്ങളായി. ഓക്കെ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ മഹോപദ്രവവാദികൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ്. സ്തോത്രം. ഓക്കെ. ഇവിടെ പറയുന്ന ആ ദിവസം കർത്താവിൻ്റെ വരവിൻ്റെ ദിവസമല്ലെന്നും കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്ന കോപ ദിവസത്തെക്കുറിച്ചാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ആ രണ്ട് കാര്യങ്ങൾ വ്യക്തമായാൽ തന്നെ മഹോപദ്രവവാദത്തിന്റെ മുനയൊടിയും. ഇനിയും അവിടെ തന്നെ കാഹളധ്വനി എന്നുള്ള ഒരു ഭാഗവും കൂടെ ഉണ്ട്. കാരണം മഹോപദ്രവവാദികൾ ഏറ്റവും അധികം ഉന്നയിക്കുന്ന രണ്ട് വാദങ്ങളാണ് ഇതും കാഹളനാദത്തിന്റെ വിഷയവും. വേറെ ആരോ ഇടയ്ക്ക് എന്തോ ചോദിച്ചാരെന്ന് എനിക്ക് തോന്നല്ലോ. ഇല്ല. ഓക്കെ. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ നാൾ ആണ്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയല്ല എന്നുള്ളതിന് തെളിവ് രണ്ടാം വാക്യമാണ്. കാരണം രണ്ടാം വാക്യത്തിലെ കർത്താവിൻ്റെ നാളിനെ കുറിച്ച് പറഞ്ഞ ഉടനെയാണ് ആ നാൾ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ നമുക്ക് മറ്റ് പ്രയാസങ്ങളില്ല. സ്തോത്രം. ഓക്കെ, ഇത്രയും വ്യക്തമാണല്ലോ. ഈ ഭാഗങ്ങളെ ആധാരമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ദൈവസഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് വാദിക്കുവാൻ നമുക്ക് പറ്റില്ല. ആ വാദത്തിന്റെ സാധുതയില്ലായ്മ നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്നും കണ്ടു. ഈ ഒരു ആശയം വെച്ചുകൊണ്ടല്ല, അവിടുത്തെ ശരിയായ അർത്ഥം ഗ്രഹിക്കുവാനുള്ള ഒരു ശ്രമമാണ് നാം നടത്തിയത്. സ്തോത്രം. അപ്പോൾ ദൈവസഭയ്ക്ക് ദൈവക്രോധത്തിന്റെ പ്രതീക്ഷയല്ല ഉള്ളത്. ഫിലിപ്പിയർ 3:20 പറയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് രക്ഷിതാവായി വരുന്ന ഒരു കാത്തിരിപ്പാണ്. ആ രക്ഷിതാവായി വരുന്ന വരവിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രൂപാന്തരവും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വവും പ്രാപിക്കുന്ന ഏറെ നല്ല പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്കുള്ളത്. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. ഇനി അല്പസമയമേ ശേഷിക്കുന്നുള്ളൂ എങ്കിലും നമുക്ക് ആ ഭാഗം
പറഞ്ഞു നിർത്താം. കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. ഫോളിങ് എവേ. ചില വേർഷൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റിബല്യൻ എന്നാണ്, റിബല്യൻ. പക്ഷേ അവിടുത്തെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥത്തിൽ വരുന്നത് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം എന്ന് തന്നെയാണ്. വിശ്വാസത്യാഗം, വിശ്വാസം ത്യജിച്ചു കളയുന്നവർ, ദൈവത്തിൽ നിന്നും അകന്ന് അല്ലെങ്കിൽ വീണു പോകുന്നവർ. മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസത്യാഗം ആദ്യം മുതലേ ഉണ്ട്. 1-ാം നൂറ്റാണ്ട് മുതലേ വിശ്വാസത്യാഗം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും സംഭവിക്കുന്നത് ഏറെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തതുപോലെയാണ്. എന്ന് വെച്ചാൽ അത് തെളിയിക്കാൻ ഒരു സംഗതി കൂടെ ഉള്ളത് 4-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 3-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. നാം കാണുന്നത് അപ്പോസ്റ്റസി പ്ലസ് ലോലെസ്നെസ്, ദ മാൻ ഓഫ് ലോലെസ്നെസ് ആൻഡ് ദ സൺ ഓഫ് ഡൂം എന്ന. മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മ മൂർത്തി. എന്താ അധർമ്മമൂർത്തി എന്നതിന്റെ അർത്ഥം? ആ പദത്തെ തന്നെ ഒന്ന് പിരിച്ച് അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം എന്നതിനെ വ്യാഖ്യാനിക്കാം. അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം, അതിനെയാണ് ചില ഇംഗ്ലീഷ് വേർഷൻസിൽ കൊടുത്തിരിക്കുന്നത് മാൻ ഓഫ് സിൻ, പാപത്തിന്റെ പുരുഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അധർമ്മമൂർത്തി, അധർമ്മം, പാപം, മൂർത്തി, ആൾ രൂപം, അതിൻ്റെ ഉത്തുംഗഭാവം എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ എതിർ ക്രിസ്തുവിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് മാൻ ഓഫ് സിൻ, പാപത്തിന്റെ പുരുഷൻ. 2 പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാനമായി ഈ 3-ാമത്തെ വാക്യത്തിൽ. പാപത്തിന്റെ പുരുഷനെന്നും നാശത്തിന്റെ പുത്രനെന്നും. നാശയോഗ്യൻ അല്ലേ? സൺ ഓഫ് ഡൂം, നാശപുത്രൻ. സൺ ഓഫ് പെർഡീഷൻ. അപ്പോൾ ഇവിടെ പറയുന്നു ഇവൻ പാപത്തിന്റെ പുരുഷനാണ്. എന്താ അതിന്റെ അർത്ഥം? രണ്ട് ഓപ്ഷൻ തരാം. Antichrist will be the reason of sin, or he will be the very effect of sin. എതിർ ക്രിസ്തു പാപത്തിന്റെ കാരണക്കാരനാണോ അതോ പാപത്തിന്റെ ഫലമാണോ?
പാപത്തിന്റെ ഫലം. ആബ്സല്യൂട്ട്ലി. അധർമ്മമൂർത്തി എന്ന നിലയിൽ, ആസ് മാൻ ഓഫ് സിൻ, പാപത്തിന്റെ പുരുഷൻ എന്ന നിലയിൽ, എതിർ ക്രിസ്തു പാപത്തിന്റെ വർധനവിന് കാരണമല്ല, പാപവർദ്ധനവിന്റെ ഫലമായിട്ടാണ് ഇവൻ വെളിപ്പെടുന്നത്. മനസ്സിലായോ? അതിന്റെ ആ എതിർ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രധാന ഘടകം പാപത്തിന്റെ പെരുപ്പമാണ്. പാപം പെരുകി 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 അതിന്റെ നുരത്തള്ളലിലാണ് ഇവൻ ലോകത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. ആ പാപത്തിന്റെ ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ് വിശ്വാസത്യാഗം എന്നുള്ളത്. അതാണ് അടുത്ത വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. This Antichrist will oppose and exalt himself so proudly and insolently against and over all that is called God or that is worshipped. Even he will put himself in the very temple of God in Jerusalem. ആ പാപത്തിന്റെ ഏറ്റവും വലിപ്പം കണ്ടോ? എന്താണ്? അവൻ ദൈവമെന്നോ പൂജ്യം ആയിട്ടുള്ളതെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തും. മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം എന്താണ്? ദൈവനിഷേധമല്ലേ? ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കാതിരിക്കുക, ദൈവമല്ലാത്തവയെ ആരാധിക്കുക. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിന്നേ ഉണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഏറ്റവും കൂടുതലായ അവസ്ഥ സംഭവിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ട് ദൈവമല്ലാത്തവയെ ദൈവമായി അംഗീകരിക്കുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം എത്തുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്താണ്. അവൻ എന്തു ചെയ്യും? തന്നെത്താൻ ദൈവം എന്ന നിലയിൽ ഉയർത്തും. എല്ലാവരും എന്നെ ആരാധിക്കണമെന്ന് അവൻ പറയും, അല്ലെങ്കിൽ പറയിപ്പിക്കും. എന്നിട്ട് അമ്പലമോ പള്ളിയോ മോസ്കോ ഗുരുദ്വാരയോ എന്ന് വേണ്ട ഏത് മതത്തിന്റെ ആരാധനാലയത്തിലും ആ മതത്തിന്റെ ആരാധനകൾ അവൻ നിർത്തൽ ചെയ്യും. എന്നിട്ട് ഇവന്റെ മതം അവിടെ ഫലമേൽ അടിച്ചേൽപ്പിക്കും. ഇവന്റെ മതം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവന്റെ പ്രതിമ വെച്ച് അവന്റെ പേര് വെച്ച് ആരാധിക്കുക. യെരുശലേം ദേവാലയത്തിൽ വരെ അവൻ അവന്റെ പ്രതിമ സ്ഥാപിക്കും. അതാണ് ദാനിയേൽ പറഞ്ഞത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. Desolation of abomination. Daniel 9:27. ദാനിയേൽ 9:27 പറയുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ആ മ്ലേച്ഛതയുടെ ചിറകിന്മേലാണ് എതിർ ക്രിസ്തു പറന്നു വരുന്നത്. അവൻ ആ കാര്യം വളരെ എളുപ്പമാകും. കാരണം ദൈവനിഷേധികളായി മനുഷ്യർ ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്.
ഈ ശാസ്ത്രലോകത്തിൽ ദൈവം വേണ്ട എന്ന നിലയിലാണ് യുവതലമുറ പോകുന്നത്. അപ്പോൾ ആ നിലയിൽ എതിർ ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് അനുകൂലമായ നിലപാടിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ പെരുപ്പം, പാപത്തിന്റെ ആ പതയിൽ ഇങ്ങനെ പൊങ്ങി വരും. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ ചിറകിന്മേൽ അവൻ പറന്നു വരും. എന്നാൽ നാം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല. ആ ദിവസം വരുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് നമ്മെ തിരുസന്നിധിയിൽ ചേർത്തുകൊള്ളും. സ്തോത്രം. അതിനുള്ള ദിവസങ്ങൾ വളരെ ആസന്നമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. യോഹന്നാൻ പറയും പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമുക്കും നമ്മെ തന്നെ നിർമ്മലീകരിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.